നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ശൈഖുന ശംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കും. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? നീ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാടത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവരൊക്കെ എവിടെ പോയി? എവിടെ? അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. ഒരു മിനിറ്റ് കേട്ടോ, ഇത് ഉള്ളാള് പറഞ്ഞതിന് ഉപഹാരമായിട്ട് ആരനെ ഈക്കനെ കാഫിറാക്കിയതിന് ഉപഹാരമായിട്ട് കാന്തപുരം എന്ത് ചെയ്യാണ്? പൊന്നാട തട്ടൊക്കെ അണിയിക്കണെന്നാണ് ഈക്കെക്കാർ ഇറക്കിയ, നിങ്ങൾ പറഞ്ഞ ഈക്കെ വിഭാഗം ഇറക്കിയ ഡോക്യുമെന്ററിയാ കേൾപ്പിക്കുന്നത്, മുജാഹിദ് ഇറക്കിയതല്ല. കേട്ടോളി, തുടർന്ന് കേൾക്കും. അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കും തന്നെയാണ്. അത് ഉള്ളാൾ തങ്ങളെ ഹക്കും തന്നെ. ശംസുൽ ഉലമയോ പിഴച്ചുപോയി വഖദ് കഫറ, പിഴച്ചുപോയി അല്ല എന്ന് പറയുകയും അതിനോട് മഅ്തൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ. മാത്രമല്ല അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ് ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ്? പൊന്നുതങ്ങളെ ഹക്കിന്റെ എതിരിൽ പറയുമ്പോൾ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊൻവളക്കാരൻ അനുയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു. കേട്ടോളൂ. ഉലമായെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായിപ്പോ. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. കണ്ടോ? സൂഉൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ എന്താ? മോശമായി ജീവൻ പോകുന്നു. ആരനെ കാണിച്ചിട്ടാ പറയണത്? ഉള്ളാളിനെ കാണിച്ചിട്ട്. മനസ്സിലായില്ലേ? ഇതാരിറക്കിയതാ? ഞങ്ങൾ ഇറക്കിയതല്ല. നമ്മൾ ഇവിടുന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു എവിടെ കഫറാക്കിന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ലല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ കഫറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളേന്ന് നാട്ടിക ചോദിച്ചത് കേട്ടില്ലേ? ഇത് സത്യധാരയിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളാളെന്ന് പ്രസംഗിച്ച പ്രസംഗം എന്താണെന്ന് കൃത്യമായി തന്നെ സത്യധാരയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ ഭാഗം കൃത്യമായിട്ട് അത് എന്താണെന്ന് ഉള്ളാൾ തങ്ങള് പറഞ്ഞത് എന്നും അതിനെ സംബന്ധിച്ച് എന്താണ് സത്യധാര എന്ന് എഴുതിയത് എന്നും ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ഉള്ളാൾ പറഞ്ഞ വാചകം കൃത്യമായിട്ട് ഈ കെ ഭാഗം അവരുടെ പത്രത്തിൽ കൊടുത്തതാണ്. ഉള്ളാളിന്റെ പ്രസംഗം കേട്ടോ. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ തെറ്റിപ്പോന്ന അവസരം
പണ്ട് മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റ്, സമസ്തന്റെ പ്രസിഡന്റ് മുല്ലക്കോയ തങ്ങൾ മഹാനവറുകൾ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കാലത്ത് ആലിമീങ്ങളൊക്കെ ഒറ്റൊന്ന്, ഇന്ന് ആലിമീങ്ങളുടെ സ്ഥാനമൊക്കെ കീപ്പെട്ട് പോവണ കാല. അവിടെയാണ് തകരാറ് പറ്റിയത്. കൈ എവിടെ കെട്ടിയാൽ എന്താ എന്ന് പ്രസംഗിച്ചു പോയില്ലേ നമ്മുടെ ഉസ്താദ്. ഒക്കെ അതിലുള്ള കേട്ടോ, അതിലുള്ള പ്രസംഗം തന്നെ എടുത്ത് കൊടുത്ത് വായിക്കാം. അപ്പൊ പിന്നെ ഓലോട് തെറ്റാതെ കഴിയൂലല്ലോ. അതുകൊണ്ടാണ് അൻതാലൽ ഹഖ്, ഉറച്ചു നിന്നോ, നീ ഹക്കിന്റെ മേലിലാണ്. അപ്പുറം ഈ കെന്റെ ഉസ്താദല്ലേ, അവൻ പിഴച്ചുപോയി എന്നാണ് മടവൂര് പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞത് കഫറ, അവൻ കാഫിറായി പോയി എന്നാ. അറിയോങ്ങള്, വെറുതല്ലടോ അവൻ ആലിമല്ലെന്ന് പറഞ്ഞത്. ആലോചിക്കണങ്ങള്. ഇന്നും വന്നും അള്ളാന്റെ മുമ്പിലും ഞാനിത് പറയും, അതിലൊന്നും സംശയമില്ല എന്ന്. അതുപോലെ തന്നെ ഹക്കുമല്ല, അടിയുറച്ച് നിന്നല്ലാതെ ഒരു സാഴത്തും ഒരു സ്ഥലത്തും നിൽക്കാൻ കഴിയൂല എന്ന് വളരെ കൃത്യമായി ഇയാൾ പ്രസംഗിച്ച പ്രസംഗം പോലും സത്യധാര എന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഉള്ളാൾ പറഞ്ഞ വാചകം എന്താന്നൊക്കെ നിങ്ങൾ വായിച്ചും കേട്ടു, പ്രസംഗത്തിൽ അവരുടെ ഡോക്യുമെന്ററിയിൽ നിന്നും കേട്ടു. ഇതൊക്കെ പറഞ്ഞപ്പോ നമ്മളന്ന് ചോദിച്ചിരുന്നു, ഈ കഫറ എന്ന് പറഞ്ഞാൽ കൃഷി എന്നൊക്കെ ചില ആൾക്കാർ അർത്ഥം വെക്കുന്നുണ്ട്. നമ്മൾക്കറിയാം കഫറക്ക് പല അർത്ഥമുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ മൂപ്പര് പതുക്കെ രക്ഷപ്പെടുക, അതിനൊന്നും പറയാതെ പേരോട് ചെയ്ത പണി എന്താ അറിയോ? കഫറ എന്നുള്ളതിന് നമ്മൾ അമാനി മൗലയുടെ പരിഭാഷയിൽ തന്നെ കഫറ എന്നുള്ളതിന് കൃഷിക്കാരെന്നും അർത്ഥം എന്നൊരു ഭാഷയിൽ ചർച്ച പറയുമല്ലോ. അതെടുത്ത് വായിച്ചിട്ട് എന്നോട് കേൾപ്പിക്കുകയാണ്, അതെടുത്ത് വായിച്ചിട്ട് എന്നോട് പഠിപ്പിച്ചു തരാണ്. നീ കഫറ എന്നുള്ളതിന് അങ്ങനെ എല്ലാനൊന്നും ആരും പറയണ്ടെന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചോളൂ, ശേഷം ഞാൻ വിശദീകരിച്ചു തരാം. ഒരു കഫറ വായിച്ചില്ല. ഇപ്പൊ ഞാനിവിടെ ഇവിടുത്തെ കഫറയുടെ അർത്ഥം അവിശ്വസിച്ചു കേട്ടോ. എല്ലാ കഫറയുടെ അർത്ഥം അങ്ങനല്ലേ? അതുപോലെ എനിക്ക് തീയായ്മണ്ട് മൗലവി പ്രസംഗത്തില് കഫറ തന്നെ കൃഷി ചെയ്തു എന്നാണ് പേരോടൊക്കെ അർത്ഥം പറയുന്നത്. മൗലവി അതും പഠിക്കണം. നിങ്ങളെ ഖുർആൻ പരിഭാഷ എടുക്കുക. ഖുർആൻ പരിഭാഷന്റെ 128-ാമത്തെ പേജ് മണിക്ക് പഠിപ്പിച്ചേരോളൊന്ന് കേട്ടോ. കഫറ എന്ന ക്രിയയുടെ മൂലാർത്ഥം മറച്ചു വെച്ചു അഥവാ മൂടി വെച്ചു എന്നാകുന്നു. ഒന്ന്. രണ്ടാമത് പഠിച്ചോ മൗലവി, കൃഷിക്കാരൻ വിത്ത് മണ്ണിലിട്ട് മൂടുന്നത് കൊണ്ട് അവന് കാഫിർ എന്ന് പറയപ്പെടും. പഠിച്ചോ മൗലവി? മൗലവി ഇവിടെ ചോദിച്ചേ, കഫറ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു കൃഷിക്കാരനായി എന്നാണ് എന്നൊക്കെ പേരുണ്ടപ്പോഴത്തെ അർത്ഥം പറഞ്ഞു പറഞ്ഞിട്ട് പരിഹസിച്ചില്ലേ എന്നെ? മൗലവി പഠിക്കാത്തതിന് മറ്റുള്ളവരെ പരിഹസിച്ച് നടക്കുകയല്ല വേണ്ടത്, പഠിക്കുക വേണ്ടത്. അല്ലെ നിങ്ങളുടെ പരിഭാഷയിലില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അർത്ഥം. അപ്പൊ എല്ലാ സ്ഥലത്തും അങ്ങനല്ല കേട്ടോ അർത്ഥം, എല്ലാ സ്ഥലത്തും അങ്ങനല്ല. ഇവിടുത്തെ അർത്ഥം കഫറ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചു എന്നാണ്. കഫറ എന്നുള്ളതിന് കുഫർ, അതുപോലെ തന്നെ കാഫിർ, കഫറ എന്നുള്ളതിനൊക്കെ പല അർത്ഥങ്ങളും ഭാഷയിലുണ്ട് എന്ന് അമാനി മൗലവി വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് കേൾപ്പിച്ചിട്ട് മൂപ്പര് പറയാണ്, പഠിച്ചോ മൗലവി, ഇവിടെ വിവരല്ലാതെ മതം പറയാൻ നിൽക്കണ്ട, കഫറക്ക് അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്, നിങ്ങളെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചൂടെ എന്നാണ് മൂപ്പര് നമ്മളോട് ചോദിക്കുന്നത്. വാസ്തവത്തിൽ സഹോദരന്മാരെ, ഇവിടെ കഫറക്ക് പല അർത്ഥമുണ്ടോ ഇല്ലേ എന്നാണോ നമ്മുടെ വിഷയം? ഉള്ളാള് തങ്ങള് കഫറ, അല്ലെങ്കിൽ CM ഉള്ളാളിനോട് ഈക്കയെ പറ്റി കഫറ എന്ന് പറഞ്ഞിടത്ത് കൃഷി ചെയ്യാൻ പോയി എന്നാണോ അർത്ഥം? അതാണ് ഇവിടുത്തെ വിഷയം. അതല്ലാതെ പൊതുവിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് ഇനിയും പേരോട് പറയണം, അവിടെ പറഞ്ഞ് CM പറഞ്ഞതായോ അല്ലെങ്കിൽ ഉള്ളാൾ നുണ പറഞ്ഞതായോ എന്തോ ആകട്ടെ, കഫറ എന്ന് പറഞ്ഞിടത്ത് കൃഷി ചെയ്യാൻ പോയി എന്ന അർത്ഥമുണ്ടോ, അതാണോ എന്ന് നിങ്ങൾ ഇവിടെ പറയണം. നാട്ടികയുടെ ഡോക്യുമെന്ററിയിൽ പറഞ്ഞതിനും മറുപടി നിങ്ങൾ നാട്ടിക പറഞ്ഞ വാചകങ്ങൾക്കും നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. കാരണം നിങ്ങൾ തന്നെ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ നിങ്ങളുടെ ഡോക്യുമെന്ററിയിൽ നിന്നാണ് കേൾപ്പിച്ചത്. ഇനി സഹോദരന്മാരെ, ഇവര് മുജാഹിദുകളെ കാഫിറാക്കിയിട്ടില്ലേ? മുജാഹിദുകളെയും കാഫിറാക്കിയിട്ടില്ലേ? സ്വന്തം മണികളെ മാത്രമല്ല, ഇവര് ഒരു ആരെയും കാഫിറാക്കാത്ത ആൾക്കാരാണ് അവർ പറയാറ്. ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ തത്വമാണ്. ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ തത്വമാണ്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, ഇവര് മുജാഹിദുകളെ കാഫിറാക്കിയത് കേൾക്കണോ? ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ആരെയൊക്കെയാ കാഫിറാക്കിയെന്ന് കേട്ടോളൂ. മുജാഹിദ് ജമാഅത്തുകാരും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേ ഇന്ത്യയിൽ സ്ഥാപിച്ചു പ്രചരിപ്പിച്ചു വരുന്ന തബ്ലീഗ് ജമാഅത്തുകാരുമെല്ലാം കാഫിറിന്റെ ലിസ്റ്റിലായി പല പണ്ഡിതന്മാരും വിശിഷ്യ വടക്കേ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമയെ പോലുള്ള സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കണ്ടോ?
അപ്പൊ മുജാഹിദ് കാഫിറിന്റെ ലിസ്റ്റിലാണ്. ആരാ കാഫിറാക്കിയത്? നിങ്ങളുടെ പത്രത്തിലാണ്, നിങ്ങളുടെ റിസാലയിലാണ് വന്നത്. കാഫിറാക്കിയിട്ടില്ലാന്നോ? ഇനി മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയൊരു ഔലിയ എഴുതിയതെന്താ? മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയ ഒരു വലിയെന്ന് പറയുന്ന